മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മലവെള്ളപ്പാച്ചിലിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. മുത്തപ്പൻപുഴ മുസ്ലിം പള്ളിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് തകർന്നത്. അനീഷ് ദേവസ്യ ചേരുകയാണ്. അനീഷ്, ഈ അപകട സമയത്ത് ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അസിത, ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ഈ കോഴിക്കോട് മുത്തപ്പൻപുഴയിൽ പാലം തകർന്നത്. ഈ തിരുവമ്പാടി ആനക്കാമ്പോയിൽ റൂട്ടിൽ ഈ മുത്തപ്പൻപുഴ മുസ്ലിം പള്ളിക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് തകർന്നത്. ഈ പ്രദേശത്ത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശക്തമായ മഴയായിരുന്നു. ഇവിടെ ഈ വനപ്രദേശത്തിൽ ഇന്ന് ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഈ തോട്ടിലൂടെ വൻതോതിൽ മലവെള്ളം കുത്തിയൊലിച്ചു വരികയായിരുന്നു. ഈ മലവെള്ളപ്പാച്ചിലിന്റെ ശക്തമായ ഒഴുക്കിലാണ് ഈ താൽക്കാലിക പാലം ഇപ്പോൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. നിലവിൽ ഈ റൂട്ടിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഈ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമായി ഭാഗികമായ ഒരു ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഈ പാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനകം ഈ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ഈ കരാർ കമ്പനി തയ്യാറാകാത്തതാണ് ഇത്തരം ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഇപ്പൊ നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ പാലം പണി നീട്ടിക്കൊണ്ടു പോകുന്ന ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വീഴ്ചയ്ക്കെതിരെ ഈ പ്രദേശവാസികൾക്കിടയിൽ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ഈ വരും ദിവസങ്ങളിലും ഈ മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഒരു ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. എത്രയും വേഗം ഈ ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കുവാനും അതുപോലെ ഈ പാലം പണി പൂർത്തിയാക്കാനും അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. അസിത, ശരി. അനീഷ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. പാലം പണി നടക്കവേ യാത്ര ചെയ്യാനായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഇപ്പോൾ മഴയത്ത് തകർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.